ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ക്യാനിലൊക്കെ ഇട്ടു. നമ്മൾ കുറച്ച് ഫുഡൊക്കെ പാക്ക് ചെയ്താണ് വന്നത്. അപ്പം നമ്മൾ ആ ഫുഡ് ഒരുമിച്ച് കഴിച്ചിട്ടാണ് പിരിഞ്ഞത്. നമ്മൾ ഓൾറെഡി ലേറ്റായിട്ട് 6:30 വന്നതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ ഫുഡിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചാച്ചന് വേണ്ടി ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്ത കുറച്ച് ചോറും പയറും കണ്ണിമാങ്ങയും മുട്ട ഓംലേറ്റും ഒക്കെ ആയിരുന്നു. സിമ്പിളായിരുന്നു, എന്നാലും വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. സ്നേഹത്തോടെ എനിക്ക് വാരി തന്നതുകൊണ്ടാവാം അതിൻ്റെ ടെൻഷനും നാളത്തെ ഫുൾ ഡേ വിശപ്പൊക്കെ ഓർത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു കേട്ടോ. അത് കഴിച്ചത് കൊണ്ട് നന്നായി. പിന്നെ നീണ്ട 10-12 മണിക്കൂർ 10-17 മണിക്കൂറോളം ഫുഡും വെള്ളവും ഒന്നും കഴിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കേട്ടോ. നല്ല ടെൻഷനിലായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ രാജകീയമായിട്ട് നമ്മുടെ 2 ഫാമിലി അടക്കം നമ്മുടെ പേരപ്പനും അതുപോലെ നമ്മുടെ അപ്പാപ്പനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഈ തവണ സാഹചര്യം കൊണ്ട് കഴിഞ്ഞ തവണ പേടിച്ചിട്ട് നാട്ടിൽ പോയെങ്കിൽ ഈ തവണ സാഹചര്യം കൊണ്ട് ഇവിടെ ആയിപ്പോയാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നമ്മൾ വീട്ടിലേക്ക്, നമ്മുടെ 2 വീടുകളിലേക്കും നമ്മുടെ അനിയനെയും അനിയത്തിയും അതുപോലെ നമ്മുടെ ഇവാൻകുട്ടനെയൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. രാത്രിയിൽ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് ജനലിൽ വെളിയിലോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആയിരുന്നു. നൈറ്റ് പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയില്ല കേട്ടോ. മോർണിംഗ് വ്യൂ ആണിത്. നല്ല ബിൽഡിങ്സ് എല്ലാം കാണാം. നല്ല ഭംഗിയുള്ളൊരു വ്യൂവിലായിരുന്നു. നമ്മുടെ റൂമിൻ്റെ വെളിയിൽ തൊട്ടടുത്ത് വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഹാപ്പിയായി പ്രാർത്ഥനയോടെ തന്നെയാണ് അവിടെ ഇരുന്നത്. പിന്നെ പിറ്റേ ദിവസം ഏർലി മോർണിംഗ് തന്നെ അച്ചാച്ചൻ വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഏർലി മോർണിംഗ് തന്നെ ഹോസ്പിറ്റലിൽ വന്ന് ബാക്കി വിവരങ്ങളും കാര്യങ്ങളും എല്ലാം അടുത്ത വീഡിയോസിൽ കാണാം. അപ്പം ചെറിയ ചെറിയ കരുതലുകളൊക്കെ എന്നും നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണല്ലേ, നമ്മുടെ പേരൻസിനെയൊക്കെ മിസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച്.